നല്ലതാക്കിയിട്ട് പിന്നെ അവന് പോകാൻ അവനെല്ലാം വൃത്തിയാക്കി ഒന്ന് ആ വീട് വൃത്തിയാക്കി കിടക്കും. പിന്നെ അവൻ എന്തിനു പോകാനാ? എന്തോ വീട് വൃത്തിയാക്കിയെന്നാ? എന്തോ വീട്? വീട് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാല് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാൽ പഴയ വീട് തന്നെ, എല്ലാവരും രീതിയിൽ പൊതുവായിട്ട്. അവൻ്റെ അവൻ സ്വത്തെല്ലാം വിറ്റ് ആരാണ്ട് പെണ്ണുങ്ങളുടെയൊക്കെ പേരിലിട്ടെന്നാ കേൾക്കുന്നത്. ജാരത്തിയുടെ പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ സ്വത്തൊക്കെ വിറ്റ് ഇൻഷുറൻസ് ഒക്കെ അടിച്ചു മാറ്റി, എന്തുവാ സ്വത്തൊക്കെ പോയെന്നൊക്കെ വരുത്തി ഇൻഷുറൻസ് ഒക്കെ അടിച്ചു മാറ്റി ഇവിടുന്ന് അവൻ എല്ലാം പെറുക്കി കെട്ടി. അവൻ്റെതല്ലല്ലോ അതിന് വീട്, അവൻ്റെ വീടാണോ അത്? ശിവാനന്ദനെ മറ്റവൻ്റെ മറിച്ചവൻ്റെയൊക്കെ വീടാ അത്. അവൻ്റെ വീടാവുന്നേ എങ്ങനെ നന്നാക്കാൻ നോക്കിയേ? ആ, അത് നിങ്ങൾക്കല്ലേ അവൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടെന്തുവാ, മാളവിക ബിജുവിന് കൊടുക്കാതിരിക്കാൻ വേറെ ഏതാണ്ട് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവിടെമാരുടെയൊക്കെ പേരിലോട്ട് ഇപ്പം അവൻ സ്വത്തൊക്കെ മാറ്റുന്നേന്നാ കേൾക്കുന്നത്. ഒക്കെ അവനേതോ ജാരത്തി ഉണ്ടെന്ന്. അവനേതോ ജാരത്തി ഉണ്ട് എങ്ങാണ്ട്, അതില് ഒരു കൊച്ചും ഉണ്ട് എങ്ങാണ്ടെന്നൊക്കെയാ കേൾക്കുന്നത്. അവളുടെയും കൊച്ചിൻ്റെയും കൂടെ പേരിലാ മാറ്റുന്നേന്നാ കേൾക്കുന്നത്. അവളിങ്ങനെ എവിടെയോ ഗുദാമിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അവള്. ആ, ഇതൊക്കെ എനിക്കറിയാം. ആ, മാളവിക ബിജുവിന് സ്വത്തൊന്നും കൊടുക്കാതിരിക്കാൻ അവന് വേറെ ഏതാണ്ട് ഒരുത്തി ഉണ്ട്, എന്തോ ആരാടെയൊക്കെ വകവരുത്തി വെച്ച് വന്ന് നിൽക്കുന്ന അവളിങ്ങനെ എവിടെയോ ഉണ്ട്. അവളുടെ പേരിലോട്ടെല്ലാം എല്ലാം ശരിയാക്കി, ഇതെല്ലാം അവിടെയും കൊച്ചിൻ്റെയൊക്കെ പേരിലോട്ടെല്ലാം ആക്കാനായി അവൻ്റെ ഇതെല്ലാം വിറ്റുപെറുക്കി നാടകം കളിക്കുന്നതിന് ഇൻഷുറൻസ് ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അവൻ്റെ നാടകങ്ങളെന്ന്. അതാ, അതെല്ലാം വെറും നാടകങ്ങളില്ലയോ? നാടകം പോകാനെന്തുവാ? ആരാ പറഞ്ഞത് കേട്ടത്? ആര് പറഞ്ഞു കേട്ടെന്നാ? അതാ പറഞ്ഞത്. രാജപ്പൻ മാത്രമല്ല, എല്ലാരും പറയുന്നുണ്ട് വിട്ടുപറക്കിയെന്ന് പറഞ്ഞാല്. എല്ലാം റോഡ് സൈഡിൽ ഒരു വസ്തു ഉണ്ട്, അത് അവൻ വിറ്റിട്ടില്ല. അവനത് അവിടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ അറിഞ്ഞു. ബാക്കി ബാങ്കിൽ വെച്ച വസ്തുവൊക്കെ എനിക്കറിയാമല്ലോ. അതെല്ലാം വിറ്റുപറക്കി ഇവരിവിടുന്ന് കടക്കാനുള്ള പണിക്കാ വന്നെന്ന്.